മാർക്കോ വേറെ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നുണ്ട് കുടുംബമായി പോയി കാണരുത്, പലർക്കും ഇത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭയന്ന് ആരും സിനിമയ്ക്ക് പോകരുത്. കാരണം അജാതി വയലൻസ് ആണ് സിനിമയ്ക്ക് എന്ന് പറയുമ്പോഴും ഒരു നടൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ ക്രിസ്മസ് ദിനത്തിൽ എന്ന് പറയേണ്ടി വരും. ചില കമൻറ്റുകൾ, അതായത് ഉണ്ണി മുകുന്ദൻ BJP-കാരനാണ്, ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിൽ പലപ്പോഴും BJP അനുകൂല ഡയലോഗുകൾ, പ്രത്യേകിച്ച് സേവാഭാരതിയുടെ ആംബുലൻസ് ഉൾപ്പെടെ വരാറുണ്ട്. ഇതിലതൊന്നും കാണാനില്ല. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ ജാതി, ഉണ്ണി മുകുന്ദൻ നായരാണ്. അതൊരു ചില യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് ഉണ്ണി മുകുന്ദൻ ഒരു നായരാണ്. ഉണ്ണി മുകുന്ദൻ നായരായാൽ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടാൽ പോരെ? രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ എന്തിനാ തിരയാൻ നമ്മൾ പോകുന്നത്? അയാളൊരു ഉയർന്ന ജാതിയിൽപ്പെട്ടവനോ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനോ അയാൾക്ക് ജാതി ഇല്ലെങ്കിലോ മതമില്ലെങ്കിലോ അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. അയാൾ അഭിനയിക്കുന്നുണ്ടോ, അയാൾ സിനിമകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നുണ്ടോ, ഇത് മാത്രം കണ്ടാൽ പോരെ? ഇതുമായി ബന്ധപ്പെട്ട് സൗമ്യ സരിൻ, അറിയാമല്ലോ, സരിൻ്റെ ഭാര്യയുടെ ഡോക്ടർ സൗമ്യ സരിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, അതുകൂടെ വായിച്ചിട്ട് നമുക്ക് പാർത്തൻ്റെ അഭിപ്രായത്തിലേക്ക് പോവാം. മാർക്കോ കണ്ടിട്ടില്ല, കാണണോ എന്ന് തീരുമാനിച്ചിട്ടുമില്ല. എൻ്റെ അഭിരുചിയുമായി ഒത്തുപോകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് മാത്രമാണ് ഇതുവരെ കാണാത്തത്. ഓവർ വയലൻസ് എനിക്ക് താല്പര്യമുള്ള മേഖലയല്ല. പക്ഷേ മാർക്കോയുടെ റിവ്യൂ കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ കരിയറിലെ മാറ്റവും കാണുന്നുണ്ട്. എന്തായാലും പടം ഹിറ്റടിച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ മൊത്തം ഗ്രാഫും. എനിക്ക് പറയാനുള്ളത് ഉണ്ണി എന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മാത്രമാണ്. തനിയെ വഴിവെട്ടി വന്നവൻ എന്ന് ഉറപ്പിച്ച് വിളിക്കാവുന്ന ഒരുത്തൻ. അയാൾ വർഗീയത സംസാരിച്ചു, ഞാൻ കേട്ടിട്ടില്ല. ആരെയും വെറുക്കാൻ അയാൾ പറഞ്ഞിട്ടില്ല. തൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഊഹിക്കാവുന്നതിലും അപ്പുറം വെറുപ്പ് സമ്പാദിച്ചവൻ. അതുകൊണ്ട് മാത്രം ചെയ്ത നല്ല സിനിമകൾ പോലും ഹെയ്റ്റ് ക്യാമ്പയിൻ വഴി പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ. മേപ്പടിയാൻ തന്നെ ഉദാഹരണം. ഇത് അയാൾ നമുക്ക് തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എത്രയൊക്കെ വെറുപ്പും ചെളിയും വാരി എറിഞ്ഞാലും സ്വന്തം കഠിനാധ്വാനത്തിലും മനസ്സാക്ഷിയിലും അവനവനിലും വിശ്വാസം എന്നൊന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നതിന്, മോശം പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കും എന്നതിന്. ഒരു കാര്യം പറയാതെ പോകുന്നത് നമ്മൾ അയാളോട് ചെയ്യുന്ന തെറ്റ് തന്നെയാകും. അയാൾ ഒരു മഹാനടനാണ് എന്ന് ഒന്നും അയാൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ അയാൾക്ക് ഇത്രയും നാൾ കിട്ടേണ്ടിയിരുന്ന വെറുപ്പ് അതയാൾ അർഹിച്ചതല്ല. ഹി ഡെഫിനറ്റ്ലി ഡിസർവ്ഡ് ബെറ്റർ. ഹി ഡെഫിനറ്റ്ലി ഡിസർവ്ഡ് റെസ്പെക്റ്റ്. ഇങ്ങനെയാണ് സൗമ്യ സരിൻ്റെ എന്താ പറയുക പോസ്റ്റും വാക്കുകളും എന്നുള്ളതാണ്. ഉണ്ണി മുകുന്ദൻ്റെ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ അവരതിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ വിജയം അത് ഉണ്ണി മുകുന്ദൻ അർഹിക്കുന്നത് തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിത് പറയുമ്പോൾ കുറേ പേർ ചിലപ്പോൾ എന്താ മാർക്കോയുടെ പ്രമോഷനാകും, മാർക്കോ സിനിമ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ നിർമ്മാതാവ് നമുക്ക് കുറേ പണം തന്നിട്ട് പ്രമോഷൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇല്ലേ വാർത്ത? അതെ. ഹനീഫ് അദേനി ഡയറക്ടർ, അദ്ദേഹമാണോ പൈസ തന്നത്, ഇനി അതല്ല അതിൻ്റെ നിർമ്മാതാക്കളാണോ പൈസ തന്നത് എന്നൊക്കെയുള്ള ചോദ്യമാണ്. അങ്ങനെ പല ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുക, അതൊന്നും നോക്കണ്ട. പക്ഷേ നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു ചർച്ച വരാൻ തന്നെ കാരണം സൗമ്യ സരിൻ്റെ പോസ്റ്റ് മാത്രമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് ചർച്ചയില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഉണ്ണിയുടെ ജാതി ഉണ്ണി നായരാണോ, ഉണ്ണി തീയരാണോ, ഇനി അല്ല ഉണ്ണി വേറെ ഏതെങ്കിലും കാസ്റ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചർച്ച. എവിടെയും ഉണ്ണി ഞാൻ നായരാണ്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രിവിലേജ് ഉണ്ട്, അല്ലെങ്കിൽ നായർ ഭയങ്കര സംഭവമാണ് എന്നൊന്നും സംസാരിച്ചിട്ടില്ല എന്നേ. അതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടേ ഇല്ല, അദ്ദേഹം മിണ്ടിയിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും അദ്ദേഹം ബോധയോട് കൂടിയല്ല. കാരണം അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. അദ്ദേഹം പറയാറുള്ളത് ഞാനൊരു ഭക്തനാണ് എന്ന് പറയാറുണ്ട്. എന്തേ ഭക്തി പാടില്ലേ? ഒന്ന്. രണ്ട്, ഞാനൊരു ഹൈന്ദവ അല്ലെങ്കിൽ സനാതന ധർമ്മ വിശ്വാസിയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, അത് പാടില്ലേ? ഇതൊക്കെ ചോദ്യം. ഇത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. എൻ്റെ ഒരു മതത്തിൽ എനിക്ക് വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവകാശം എൻ്റെ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഹൈന്ദവ മതത്തെ പ്രൊമോട്ട് ചെയ്താൽ, ഹൈന്ദവ മതത്തിൽ വിശ്വസിച്ചാൽ, എൻ്റെ ദേവൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് അനഭിമതനാകുന്നത് എന്ന് ഉള്ളൊരു വലിയ ചോദ്യമാണ്. കാരണം അവനെ അപ്പോൾ തന്നെ സംഖ്യയാക്കും. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ സംഖ്യയാവുക?
ഞാൻ ഹിന്ദുവാണ്, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിന്നെ സനാതന ധർമ്മത്തിലാണ്, ഹൈന്ദവീയമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഹൈന്ദവീയമായ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, ദേവതമാരെ പറ്റി പഠിക്കുന്നുണ്ട്, ദേവതകളെ പറ്റി പഠിക്കുന്നുണ്ട്, ഉപാസനകളെ പറ്റി പഠിക്കുന്നുണ്ട്, വേദവും പുരാണവും രാമായണവും ഇതിഹാസങ്ങളും എല്ലാം ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ സംഖ്യയാകുമോ? ഞാൻ സംഖ്യയാണോ എന്ന എന്നോടുള്ള ചോദ്യത്തിന് എൻ്റെ പൊളിറ്റിക്സ് എന്താണ്? നിങ്ങൾ സംഘപരിവാർ പൊളിറ്റിക്സുകാരനാണോ? യെസ്, അതെ, അല്ല എന്നൊരു ഉത്തരം ഞാൻ പറയാം. ആണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ അല്ല എന്നും ഞാൻ ഉത്തരം പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് അതിനെ പറയാം. നിങ്ങൾ ഹിന്ദുത്വത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലൊന്നും എന്താവില്ല, ഈ പറയുന്ന സംഖ്യയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉണ്ണിയുടെ അഭിനയം, ഉണ്ണി കടന്നു വന്ന വഴികൾ, അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അപമാനത്തിൻ്റെ അങ്ങേ അറ്റത്ത് ചെത്തിച്ചു. നല്ല സിനിമകളായിരുന്നു. ജയ് ഗണേശ് എന്താ മോശമായിരുന്നോ? നല്ല സിനിമയായിരുന്നു. ഈ ഗണേശ് എന്നുള്ള പേര് വെച്ചിട്ട് അതിനെ ആക്രമിച്ചു. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് സയൻസുമായിട്ടാണ് ബന്ധം. കുറേ അധികം സയൻസുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണ്. അതിൽ കുറച്ചും കൂടി ഒരു എന്താണ് പിന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതിനെ നല്ല സിനിമയെ കൈവിട്ടു. ഈ പറയുന്ന മേപ്പടിയാൻ എന്ന് പറയുന്നത്, അതെ, അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് വന്നു എന്ന് പറഞ്ഞു. മമ്മൂട്ടിയുടെ എത്രയോ, അതെ, നല്ല, അത് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഒന്നാമത് ആ സിനിമയ്ക്കകത്ത് പിന്നെ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിക്കാൻ ഉണ്ണി പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട്, ഉണ്ണിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ, സേവാഭാരതിയുടെ ആംബുലൻസ് വിളിക്കൂ എന്ന് പറഞ്ഞതാ. മമ്മൂട്ടിയുടെ എത്രയോ സിനിമകളിൽ, മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ STPയുടെ ആംബുലൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും അവരെ സുഡാപ്പിയാക്കിയോ? ഇല്ലല്ലോ, ഇല്ല. ഇവിടെ ഹനുമാൻ ഭക്തനാണ് എന്ന് പറയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെ ചില ആളുകൾക്ക് പിടിക്കുന്നില്ല. അതെ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ഇതുകൊണ്ടൊന്നും ഒരു നടനെ തോപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് നിങ്ങൾ മാറ്റി വെക്കുക. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ പോലും, അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യുന്നുണ്ടോ അതിനെപ്പറ്റി സംസാരിക്കുക. തീർച്ചയായിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രേക്ഷകന്റെ കുറിപ്പ്. മാർക്കോ കണ്ട് അടുത്തിരുന്ന സ്ത്രീ ഉടുപ്പിലേക്ക് ഛർദ്ദിച്ചു. വൈറലാകുകയാണ് പ്രേക്ഷകന്റെ പ്രതികരണം. മനസ്സുറപ്പില്ലാത്തവർ സിനിമ കാണരുതെന്നൊരു മുന്നറിയിപ്പുമുണ്ട്. ഇത്രയേറെ വയലൻസ് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല. സൂരജ് എന്ന പ്രേക്ഷകനാണ് പറയുന്നത്. തിയേറ്ററിൽ തൊട്ടടുത്തിരുന്ന സ്ത്രീ സിനിമയിലെ ക്രൂരത നിറഞ്ഞ രംഗങ്ങൾ കണ്ട് സഹിക്കാനാവാതെ ഛർദ്ദിച്ചു. അനിമലിനേക്കാളും കില്ലിനേക്കാളും ഭീകരമായ ദൃശ്യങ്ങളാണ് മാർക്കോയിലെന്നാണ് പറയുന്നത്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തിരുന്ന സ്ത്രീ എൻ്റെ ഉടുപ്പിലേക്ക് ഛർദ്ദിച്ചു. ഇന്ത്യൻ സിനിമയിൽ ഇത്തരം ഒരു സിനിമ ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. നായകനല്ല, വില്ലനാണ് ഈ സിനിമയിലെ താരം. കുഞ്ഞു കുട്ടികളോട് വരെ ഇത്രയും കടുത്ത ക്രൂരത കാണിക്കുന്ന വില്ലനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കുട്ടികളും വൃദ്ധരും ഈ സിനിമ കാണാതിരിക്കുന്നതാണ് നല്ലത്. അവർക്കത് താങ്ങാനാകില്ല. മാളികപ്പുറം സിനിമയിൽ ദൈവമായി വന്ന ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ ദൈവത്തിൽ നിന്നും അകന്നാണ് നിൽക്കുന്നതെന്നാണ് സൂരജ് പറയുന്നത്. ട്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്. വയലൻസിൻ്റെ അതിപ്രസരമുള്ള സിനിമ A സർട്ടിഫിക്കറ്റ് നേടിയതിനാൽ കുട്ടികളെ തിയേറ്ററിൽ അനുവദിക്കില്ല. യുവ പ്രേക്ഷകരാണ് സിനിമയുടെ ആസ്വാദകർ. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വയലൻസ് മലയാള സിനിമയിലും കൂടി വരുന്നത് ഏറെ വിമർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വയലൻസ് കാണണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ വയലൻസ് കണ്ടിട്ട് നായകൻ തോക്കെടുത്തു എന്ന് കരുതി നാളെ ആ നായകനെ സ്നേഹിക്കുന്ന പിന്നെ ആരാധകൻ തോക്കെടുത്ത ആളുകളെ വെടിവെച്ചാൽ നാളെ നമ്മളൊക്കെ തോക്കെടുത്ത് ഇറങ്ങുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ആളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് ആ സിനിമയിൽ കാണിച്ചാൽ നമുക്ക് ആ ബലാത്സംഗം ചെയ്യുന്ന ആളിനോടൊരു വെറുപ്പ് തോന്നിയാൽ അതാണ് ആ സംവിധായകൻ്റെ അല്ലെങ്കിൽ ആ ബലാത്സംഗം ചെയ്ത ആളിൻ്റെ വിജയം എന്നുള്ളത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ ഒരു രംഗത്തിലൂടെ ആ നടനും ആ സംവിധായകനും നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ? ക്രൂരതയുടെ അങ്ങ് അറ്റമെന്ന് കാണുമ്പോൾ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്, അവരെ മാറ്റി നിർത്തപ്പെടണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പല വയലൻസ് സിനിമകളും. അത് ആ രീതിയിൽ കണ്ടെടുത്താൽ മതി. സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്. അതിൽ കൂടുതൽ സന്ദേശങ്ങളോ കൂടുതൽ മാജിക്കൽ ഉണ്ടാകാം. കൂടുതൽ സന്ദേശങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റുന്ന തരത്തിൽ ആ സിനിമ നമ്മളെ ആകർഷിക്കുന്നുണ്ടോ, ഇത് മാത്രം നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട നടനാണോ, വിമർശിക്കാൻ വേണ്ടി നല്ലത് പറഞ്ഞ് നമുക്ക് വിമർശിക്കാം. അല്ലാതെ ഒരാളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി മറ്റേ അരിയണ്ണൻ ഊക്ക് കിട്ടിയതുപോലെ വിമർശിക്കാൻ നിൽക്കണ്ട.